തിരുവനന്തപുരം വർക്കല പാപനാശത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വീണ്ടും തകർന്നു. ശക്തമായ കടൽക്ഷോഭത്തിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നത്. ബ്രിഡ്ജിന്റെ ഒരു ഭാഗം കടലിലേക്ക് ഒഴുകിപ്പോയി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് ശ്രീകാന്താണ് ചേരുന്നത്. ശ്രീകാന്ത്, ഒരിക്കൽ ഇത് സംഭവിച്ചതാണ്, വീണ്ടും അതേ കാര്യം തന്നെ സംഭവിക്കുന്നു. അപ്പോൾ അന്ന് തന്നെ അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയെന്നായിരുന്നു ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അടക്കം വിശദീകരണം. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? വെരി ഗുഡ് മോർണിംഗ് കൃഷ്ണ. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇന്ന് പുലർച്ചെയോടെ ഉണ്ടായ ശക്തമായ കടൽക്ഷോഭത്തിലാണ് പാപനാശത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകരുകയുണ്ടായത്. ശക്തമായ തിരമാലകളിൽപ്പെട്ട് തകർന്ന ബ്രിഡ്ജിൻ്റെ ഒരു ഭാഗം കടലിലേക്ക് ഒഴുകിപ്പോയി. ഒരു വർഷം മുമ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന അതേ സ്ഥാനത്താണ് സുരക്ഷാ പഠനത്തിൻ്റെ പേരിൽ വീണ്ടും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. അത് ആളുകൾക്ക് കയറാനുള്ളതായിരുന്നില്ല, അതൊരു സുരക്ഷാ പഠനത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചതാണ് എന്നാണ് പറയുന്നത്. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പഠനാവശ്യങ്ങൾക്കായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കുന്നു എന്ന ബോർഡും സമീപത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവരുടെ ഫിറ്റ്നസ് ലഭിച്ചാൽ ടൂറിസം വകുപ്പ് അനുമതി നൽകുമെന്ന സാഹചര്യത്തിൽ വർക്കലയിൽ വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ പരിശോധനയും ഇപ്പോൾ തകിടമറിഞ്ഞിരിക്കുന്നു. ഇന്ന് വീണ്ടും വലിയ തിരയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടലിലേക്ക് ഒഴുകിപ്പോയി. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് എസ് ശ്രീകാന്ത്.